വേദത്തെക്കുറിച്ചുള്ള കുറേ ചോദ്യങ്ങൾക്ക് ഇന്നലെ ഉത്തരം പറയുകയുണ്ടായി. കുറച്ചുകൂടി ചോദ്യങ്ങൾ വളരെ പെട്ടെന്ന് വായിച്ച് അതിൻ്റെ ഉത്തരം കൂടി പറയാം. വേദമന്ത്രങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ എന്തിനാണ് 3 ശാന്തി മന്ത്രം ചൊല്ലുന്നത്? ആധ്യാത്മിക ശാന്തി, അതിഭൗതിക ശാന്തി, അതിദേവതാ ശാന്തി. ആധ്യാത്മികാർത്ഥം, അതിഭൗതികാർത്ഥം, അതിദേവതാർത്ഥം. 3 അർത്ഥമാണ് വേദമന്ത്രങ്ങൾക്കുള്ളത്. ആ 3 അർത്ഥം: 1 വ്യക്തി അധിഷ്ഠിതം, 2 സമൂഹാധിഷ്ഠിതം, 3 പ്രകൃതി അധിഷ്ഠിതം. ആ വ്യക്തി, സമൂഹം, പ്രകൃതി ഇതിനെ ചേർത്തിട്ടാണ് 3 ശാന്തി എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ കോൺഷ്യസ്നെസ്, സോഷ്യൽ കോൺഷ്യസ്നെസ്, കോസ്മിക് കോൺഷ്യസ്നെസ് എന്ന് വേണമെങ്കിൽ ഇന്റർപ്രറ്റ് ചെയ്തിട്ട് അതിനെ പറയാം. വേദമന്ത്രത്തിന്റെ അർത്ഥമുള്ള പുസ്തകമുണ്ടോ? ഇപ്പോൾ വേദമന്ത്രത്തിന്റെ അർത്ഥം നൽകുന്ന ധാരാളം പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതൊന്നും വേദത്തിന്റെ അഗാധമായിട്ടുള്ള അർത്ഥമല്ല. ചില വരികളെടുത്ത് ഉപരിപ്ലവമായിട്ട് കൊടുത്തിരിക്കുന്ന അർത്ഥമാണ് അതിലുള്ളത്. വള്ളത്തോൾ നാരായണ മേനോനെ കുറിച്ച് ഞാൻ പറയുകയുണ്ടായി. അദ്ദേഹം എഴുതിയ പുസ്തകത്തിൽ 60% സംസ്കൃതമാണ്. ആ ബാക്കി 40% മലയാളം. അത് മനസ്സിലാക്കൽ അത്ര എളുപ്പമല്ല. വേദം എഴുതിയത് ആരാണ്? 200-ൽ പരം ഋഷിവര്യന്മാർ, സ്ത്രീകളടക്കമുള്ള ഋഷിവര്യന്മാരാണ് വേദമന്ത്രങ്ങൾ എഴുതിയത്. അവരെ മന്ത്രദ്രഷ്ടാക്കൾ എന്ന് പറയുന്നു. വേദത്തെ അനാദി എന്ന് പറയുന്നു. വേദത്തിന് ശരിക്കു പറഞ്ഞാൽ അമാനുഷികം എന്ന് പറയും, അപൗരുഷേയം എന്ന് പറയും. സാധാരണ വ്യക്തികളാൽ ഇങ്ങനെയുള്ള മന്ത്രങ്ങളും വീക്ഷണങ്ങളും വെച്ച് എഴുതൽ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് മനുഷ്യന് അസാധ്യമായത് എന്ന അർത്ഥത്തിൽ അപൗരുഷേയം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. വേദം എഴുതിയ ഋഷിമാരും മറ്റ് ഋഷിമാരും തമ്മിൽ എന്താണ് വ്യത്യാസം? വൈദിക ഋഷിവര്യന്മാരുടെ പേരിൽ മാത്രമാണ് ഗോത്രവും സൂത്രവും പ്രവരവും ഉള്ളത്. ഈ നമുക്കെല്ലാവർക്കും ഗോത്രമുണ്ട്. നമ്മൾ കേരളത്തിൽ നിന്ന് പുറത്ത് ഏതെങ്കിലും സംസ്ഥാനത്തിൽ പോയിട്ട് അവിടെ ഒരു പുഷ്പാഞ്ജലി നടത്തണം, വഴിപാട് നടത്തണമെങ്കിൽ പേരും ഗോത്രവും പറയാൻ പറയും. കേരളത്തിൽ മാത്രമാണ് പേരും നാളും പറയാൻ പറയുന്നത്. ഇപ്പോൾ കർണാടകത്തിൽ പോയാലും ആന്ധ്രയിൽ പോയാലും ഒറീസയിൽ പോയാലും പേരും ഗോത്രവും പറയാനാണ് പറയുക. ആ ഗോത്രം വേദമന്ത്രങ്ങൾ എഴുതിയ ഋഷിവര്യന്മാരുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. എന്നാൽ മറ്റ് ഋഷിമാരുണ്ട്. സാധാരണ രീതിയിലുള്ള ചരക മഹർഷിയുണ്ട്, ശുശ്രുത മഹർഷിയുണ്ട്, ഭരദ്വാജനല്ല വാൽമീകി മഹർഷിയുണ്ട്. അവരുടെ പേരിൽ ഗോത്ര ഇല്ല. ഭരദ്വാജന്റെ പേരിൽ, വിശ്വാമിത്രന്റെ പേരിൽ, കണ്വന്റെ പേരിൽ, അത്രയുടെ പേരിലൊക്കെ ഗോത്രങ്ങളുണ്ട്. അവർ വൈദിക ഋഷിമാരാണ്. വൈദിക ഋഷിവര്യന്മാരുടെ പേരിലാണ് ഗോത്രമുള്ളത്, സൂത്രമുള്ളത്, പ്രവരമുള്ളത്. വിശ്വാമിത്ര ഗോത്ര, അശ്വലായന സൂത്ര, ജമദഗ്നി പ്രവര എന്ന് പറയുന്ന 3 എണ്ണം ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിലുള്ളത് വൈദിക ഋഷിവര്യന്മാരുമായിട്ടുള്ള കണക്ഷനാണ്. നമ്മുടെ ഗോത്രവും വേദവും തമ്മിലുള്ള ബന്ധം എന്താണ്? വേദം എഴുതിയ ഋഷിവര്യന്മാരെയാണ് നമ്മൾ നേരിട്ട് കണക്ട് ചെയ്യുന്നത്. നമ്മളുടെ പഴയ തലമുറ ആരാണ്? ഇപ്പം എൻ്റെ പഴയ തലമുറ വിശ്വാമിത്ര മഹർഷിയാണ്. കാരണം ഞാൻ വിശ്വാമിത്ര ഗോത്രത്തിലുള്ള ആളാണ്. ചിലർ അഗസ്ത്യ ഗോത്രത്തിലുള്ളവരുണ്ട്, ചിലർ ഗൗതമ ഗോത്രത്തിലുള്ളവരുണ്ട്, ചിലർ ഭരദ്വാജ ഗോത്രത്തിലുള്ളവരുണ്ട്, ചിലർ കണ്വ ഗോത്രത്തിലുള്ളവരുണ്ട്, അങ്ങനെ വസിഷ്ഠ ഗോത്രത്തിലുള്ളവരുണ്ട്, വ്യാസ ഗോത്രത്തിലുള്ളവരുണ്ട്. ഇവരൊക്കെ വേദമന്ത്രങ്ങൾ എഴുതിയ ഋഷിവര്യന്മാരുടെ ഗോത്രത്തിൽ ജനിച്ചവരാണ്. ഒരേ ഗോത്രത്തിൽ ജനിച്ചവർ തമ്മിൽ വിവാഹം കഴിക്കാറ് പോലും പതിവില്ല. സഗോത്ര വിവാഹം ഒരിക്കലും എന്റർടൈൻ ചെയ്യാറില്ല. ഒരേ കുടുംബത്തിലെ ആൾക്കാർ എന്ന അർത്ഥത്തിലാണ് സഗോത്ര വിവാഹം വേണ്ട എന്ന് പറയുന്നത്. അടുത്തത്, വേദമന്ത്രങ്ങൾ ക്ഷേത്രത്തിൽ ആലപിക്കാറുണ്ടോ? പൂജാരിമാർക്ക് പൊതുവെ വേദമന്ത്രങ്ങൾ അറിഞ്ഞുകൂടാ. അറിയാവുന്നവർ ആലപിക്കാറുണ്ട്. അത് വേദത്തിൻ്റെ സ്വരത്തോടു കൂടിയല്ല പലപ്പോഴും ആലപിക്കാറുള്ളത്. കാഷ്വലായിട്ട് അങ്ങ് പറഞ്ഞുകൊണ്ട് പോകുന്ന, വായിച്ചുകൊണ്ട് പോകുന്ന മാതിരിയാണ് ആലപിക്കാറുള്ളത്. വേദമന്ത്രങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എഴുതുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുന്ന് വേദമന്ത്രങ്ങൾ CD അയച്ചു തരാം. അതിന് കോപ്പി റൈറ്റ് ഇല്ല. എത്ര കോപ്പി വേണമെങ്കിലും എടുത്ത് എത്ര പേർക്ക് വേണമെങ്കിലും അത് പ്രയോഗിക്കാം. ധാരാളം വ്യക്തികൾ എൻ്റെ ഓട്ടോബയോഗ്രഫി വേണമെന്ന് പറഞ്ഞിട്ടും എഴുതിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ അക്കൗണ്ട് നമ്പറും തരാം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ അക്കൗണ്ട് നമ്പറും തരാം. അതുപോലെ തന്നെ പിൻകോഡ് ബാങ്കിൻ്റെ IFSC നമ്പറും തരാം, IFSC നമ്പറും തരാം, ഫോൺ നമ്പറും തരാം. അതിൽ എമൗണ്ട് റിമിറ്റ് ചെയ്തിട്ട് ഏതാ വേണ്ടതെന്ന് പറയുകയാണെങ്കിൽ ഓട്ടോബയോഗ്രഫിയോ വേദമോ CDയോ എല്ലാം നിങ്ങൾക്ക് അയച്ചു തരാൻ വളരെ സന്തോഷമേ ഉള്ളൂ. വിദേശങ്ങളിൽ വേദമന്ത്രങ്ങൾ പഠിപ്പിക്കുന്നുണ്ടോ?
യഥാർത്ഥത്തിൽ വേദമന്ത്രങ്ങൾ ദേശങ്ങളിലും വിദേശങ്ങളിലും പഠിപ്പിക്കുന്നുണ്ട്. സത്യസായി ബാബയുടെ കർമ്മമണ്ഡലത്തിലുള്ളവർ ധാരാളം പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോ എനിക്ക് തോന്നുന്നു RGDO RDGO അയ്യർ ആൻഡ് സൺസ് നമ്മുടെ മൊബൈൽ ഫോണിൽ നമുക്ക് വേദം പഠിപ്പിക്കാൻ പറ്റും. ജസ്റ്റ് വേദ ലേണിംഗ് എന്ന് പറഞ്ഞാൽ അവർ ഉടനെ തന്നെ ഈ വെബ്സൈറ്റ് നമുക്ക് കിട്ടും. ഈ വെബ്സൈറ്റിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ RGD അയ്യർ അദ്ദേഹമാണ് ഇത് മുഴുവനും പഠിപ്പിക്കുന്നത്. ഏത് വേണമെങ്കിലും മൊബൈൽ ഓൺ ചെയ്ത് വെച്ചിട്ട് പുസ്തകം തുറന്ന് വെച്ചിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കും. പക്ഷെ ഗുരുവിൻ്റെ മുഖത്ത് നിന്ന് പഠിക്കുന്ന മാതിരി പെർഫെക്ഷൻ വരില്ല. മൊബൈലോ CD-യോ പെൻഡ്രൈവിലുള്ളതോ കേട്ട് പഠിക്കുമ്പോൾ വേദമന്ത്രങ്ങൾ ക്ഷേത്രത്തിൽ ആലപിക്കുന്നതിന് ശ്രദ്ധിക്കേണ്ടത് എന്താണ്? അങ്ങനെ ശ്രദ്ധിക്കേണ്ടതായിട്ടൊന്നുമില്ല. അക്ഷരസ്ഫുടത ഉണ്ടാവണം, നല്ല രീതിയിൽ വേണം വേദമന്ത്രങ്ങൾ ആലപിക്കാൻ. വേദമന്ത്രങ്ങളാണ് ആലപിക്കുന്നത് എന്ന ബോധവും ഉണ്ടാവണം. CD ഉപയോഗിച്ച് വേദം പഠിക്കാമോ? CD ഉപയോഗിച്ച് വേദം പഠിക്കുമ്പോഴുള്ള കുഴപ്പം അക്ഷരശുദ്ധിയും സ്വരവും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ചില സ്ഥലത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പറഞ്ഞു കൊടുക്കുന്ന CD ആണെങ്കിൽ ആലപിക്കുന്ന CD അല്ല, വേദം പഠിപ്പിക്കുന്ന CD-കളുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് ബെനിഫിറ്റ് ഉണ്ടാവും. വേദമന്ത്രം തെറ്റിയാൽ ഭ്രാന്ത് പിടിക്കുമോ? ഇങ്ങനെ ഇത് ധാരാളം പേര് ചോദിക്കുകയാണ്. കേരളത്തിലെ ദേശാഭിമാനി പത്രവും മാതൃഭൂമിയും മനോരമ പത്രവും എല്ലാം വായിച്ചിട്ട് ഭ്രാന്ത് പിടിക്കാത്തവർക്ക് വേദമന്ത്രം വായിച്ചാൽ ഭ്രാന്ത് പിടിക്കുന്ന തോന്നുന്നുണ്ടോ? 29 4 വേദങ്ങൾ 4 പുസ്തകങ്ങളാണോ? അല്ല. ഋഗ്വേദം എന്ന് പറയുന്ന 25 പുസ്തകമാണ്, 25 ശാഖകളാണ്. 25 പുസ്തകം പാർട്ട് 1 പാർട്ട് 2 പാർട്ട് 3 എന്നുള്ളതല്ല, ഇൻഡിപെൻഡന്റ് ശാഖകളാണ്. പലതിലും കോമൺ മന്ത്രങ്ങളുണ്ട്. യജുർവേദം 108 പുസ്തകങ്ങളാണ്. സാമവേദം 1001 പുസ്തകങ്ങളാണ്. അഥർവവേദം 52 പുസ്തകങ്ങളാണ്. ഋഗ്വേദത്തിലെ 25 പുസ്തകങ്ങളിൽ 4 പുസ്തകങ്ങളെ അവൈലബിൾ ആയിട്ടുള്ളൂ, 4 ശാഖകളെ അവൈലബിൾ ആയിട്ടുള്ളതും ബാക്കിയുള്ളത് നഷ്ടപ്പെട്ടു. യജുർവേദത്തിലെ 108 ശാഖകളുള്ളതിൽ 35-36 ശാഖകളെ അവൈലബിൾ ആയിട്ടുള്ളൂ. സാമവേദത്തിലെ 1001 ശാഖകളുള്ളതിൽ 11 ശാഖകളെ അവൈലബിൾ ആയിട്ടുള്ളൂ, ബാക്കിയുള്ളത് പോയി. അഥർവവേദത്തിലെ 52 ശാഖകളുള്ളതിൽ 1-2 മാത്രമേ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളൂ, ബാക്കിയുള്ളത് നമുക്ക് നഷ്ടപ്പെട്ടു. 30ാമത്തെ ചോദ്യം. കഴിഞ്ഞ പ്രാവശ്യവും ക്ലാസ് എടുത്തു, ഇന്നലെ എടുത്തു, ഇന്ന്. ഒരു വേദം എല്ലായിടത്തും ഒരുപോലെയാണോ ആലപിക്കാറുള്ളത്? അല്ല. എല്ലായിടത്തും എന്ന് പറഞ്ഞാൽ ഒരേ വേദം നമ്പൂതിരിമാര് ആലപിക്കുന്ന മാതിരി അല്ല ആന്ധ്രയിലെയും കർണാടകയിലെയും തമിഴ്നാട്ടിലെയും വേദപണ്ഡിതര് ആലപിക്കുന്നത്. അതേ മന്ത്രം നോർത്ത് ഇന്ത്യയിൽ ആലപിക്കുന്നതിന് കുറച്ച് വ്യത്യാസമുണ്ട്. അടിമുടി വ്യത്യാസമൊന്നുമില്ല, കുറച്ച് വ്യത്യാസമുണ്ട്. കേൾക്കുമ്പോൾ വ്യത്യാസം, ഈവൻ വേദം അറിയാത്തവർക്കും ആ വ്യത്യാസം മനസ്സിലാവും. അപ്പൊ ഇന്നലെ 15 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു, ഇന്ന് 15 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു. ഇനി ഒരു 15 ചോദ്യവും കൂടിയുണ്ട്. അടുത്ത ദിവസം അതിൻ്റെ മറുപടി പറയും. ഇത് നിങ്ങൾ പഠിക്കണം. എന്താ കാരണം അറിയോ? വേദത്തെക്കുറിച്ച് എന്തൊക്കെ തെറ്റിദ്ധാരണകളുള്ളത്. ഇപ്പൊ ബൈബിളിനെ പോലും വേദപുസ്തകം എന്നാ പറയാ. രണ്ടും തമ്മിൽ ഒരു ബന്ധമില്ല. ആനയും ആടും തമ്മിലുള്ള ബന്ധമാണ്. എല്ലാം ഈ അടിച്ചു മാറ്റുന്നതിൻ്റെയും ചതിയും പറ്റിക്കലും. ബൈബിള് വായിച്ചു കഴിഞ്ഞാൽ തന്നെ അറിയാം അത് എന്തൊരു തരം പുസ്തകമാണെന്ന്. അതിനെ ഗ്ലോറിഫൈ ചെയ്യാൻ വേദം എന്ന പേര് കൊടുത്ത്, ബൈബിള് പഠിച്ചവനെ വൈദികൻ എന്ന പേര് കൊടുത്ത്. പണ്ടൊക്കെ വൈദികൻ എന്ന് പറഞ്ഞാൽ ശരിക്ക് വേദം പഠിച്ചവന്റെ പേരാണ് വൈദികൻ. 4 വേദം പഠിച്ച കുലത്തിൽ ജനിച്ചവരെ ചതുർവേദികൾ എന്ന് പറയും. 3 വേദം പഠിച്ചവരെയാണ് ത്രിവേദികള്, ത്രിപാഠികൾ എന്ന് പറയാം. 2 വേദം പഠിച്ച ആളാണ് ദ്വിവേദി എന്ന പേരിൽ അറിയപ്പെടുക. നോർത്ത് ഇന്ത്യയിലെ ദ്വിവേദി, ത്രിവേദി, ത്രിപാഠി, ചതുർവേദി എന്ന് പറയുന്നത്. ഒരു വേദം പഠിക്കേണ്ടത് ആവശ്യമായ സ്ഥിതിക്ക് അയാൾക്ക് പ്രത്യേകിച്ച് പേരില്ല. വൈദികൻ എന്ന പേരാണ്. ഇപ്പൊ വൈദികൻ എന്ന് പറഞ്ഞാൽ ജലന്ധർ ബിഷപ്പും വൈദികനാണ്. അതുപോലെ കർദിനാളും വൈദികനാണ്. കർദിനാളിനെ മുക്കി 100 കോടി ഉണ്ടാക്കിയ 10 കോടി ഉണ്ടാക്കിയ അയാളും വൈദികനാണ്. ജലന്ധർ ബിഷപ്പിന്റെ കൂട്ടത്തിലുള്ള ആളും വൈദികനാണ്. അതുപോലെ പാവങ്ങളുടെ മുദ്രപത്രം മുക്കിയിട്ട് കുട്ടനാട്ടിലെ അച്ഛനും, ഇവർക്കൊക്കെ കറക്റ്റ് പേര് പള്ളി തന്തമാരെന്നാണ്. കുര്യൻ CC എന്നുള്ള ആൾ പറഞ്ഞു പള്ളി തന്തമാര്. അവരൊക്കെ വൈദികനെ നെട്ട് ഗ്ലോറിഫൈ ചെയ്ത് തനി ലൈംഗിക വികൃതത്തിലും കൂടി പോകുന്നവർക്കൊക്കെ പേര് വൈദികൻ എന്നാണ്. ഭാരതീയ പൈതൃകത്തെ അവഹേളിക്കാൻ വേണ്ടി ബൈബിളിനെ വേദപുസ്തകമെന്നും അത് പഠിച്ച്
ഈ കൊള്ളരുതായ്മ കാണിക്കുന്നവരും കാണിക്കാത്തവരെയും വൈദികരെന്നൊക്കെ പേര് കൊടുക്കുമ്പോഴത്തേക്കും മനുഷ്യരാരും സ്വീകരിക്കാത്ത, എല്ലാവരും തിരസ്കരിക്കുന്ന ഒരു പുസ്തകത്തിനെ ഹിന്ദുക്കളുടെ വാക്കുകൾ ഉപയോഗിച്ച് കവർ ചെയ്ത് കല്യാണത്തിന് പ്രസന്റേഷൻ കൊടുക്കുന്ന മാതിരി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ഈ വൈദികൻ എന്ന പേരിനൊക്കെ എന്ത് നല്ല അർത്ഥമുള്ളതെന്നറിയാമോ? അതൊക്കെ കോളം തോണ്ടിയിട്ട് ആ ചതിയുടെയും വഞ്ചനയുടെയും പറ്റിക്കലിൻ്റെയും ഭാഗമായിട്ട് മതം കച്ചവടം നടത്തുമ്പോഴാണ് ഇവർക്ക് വൈദികർ എന്ന പേര്, ബൈബിളിന് വേദപുസ്തകം എന്ന പേര്. അല്ലാതെ ഇത് രണ്ടും കച്ചവടം നടത്താൻ പറ്റില്ല. അതുകൊണ്ട് ഹിന്ദുക്കളുടെ അടിച്ചു മാറ്റി കച്ചവടം നടത്തുന്ന ആ സംസ്കാര ശൂന്യത ഇതൊന്ന് അറിയണം നിങ്ങൾ. വേദത്തിൻ്റെ കുറേ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് പറഞ്ഞത്.